3 മാസം മാത്രം പ്രായമായ CJP എന്ന ഒരു സംഘടനയ്ക്ക് മുന്നിൽ, ഇന്ത്യയുടെ യുവതയ്ക്ക് മുന്നിൽ ഇതാ BJP സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാകുന്ന നിമിഷം, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കുന്ന നിമിഷം, എല്ലാ സുൽത്താൻമാന്മാരും വെളിച്ചം കടക്കാത്ത ഇരുളറകളിലൂടെ വീഡിയോകളും റീലുമായി ഒളിച്ചോടിയും ഒളിച്ചും വരുന്ന നിമിഷം, ഉറക്കച്ചടവില്ലാത്ത നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവജനത ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കണ്ടും ഈ സംഘപരിവാറിന്റെയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെയും ദില്ലി പോലീസിന്റെയും ഗുണ്ടകളുടെ ആക്രമണത്തെ പ്രതിരോധിച്ചും നേടിയ വിജയം. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാകുന്ന നിമിഷം, വെളിച്ചം കടക്കാത്ത ഇരുളറകളിലൂടെ മാത്രം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഭരണാധികാരികളെ നേർവരയ്ക്ക് നിർത്താൻ പഠിപ്പിച്ച യുവജനത ഇതാ ഒരു വിജയം കുറിക്കുന്നു. 12 വർഷത്തിൽ ഇതാദ്യമായി BJPക്ക് അവരുടെ ക്യാബിനറ്റിൽ നിന്ന് RSSനോട് ചേർന്ന് നിന്ന ഒഡീഷയിലെ മുഖമായ ധർമ്മേന്ദ്ര പ്രധാനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മന്ത്രിയെ രാജിവെക്കാൻ അവർക്ക് നിർബന്ധിക്കേണ്ടി വന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി യുവജനതയുടെ വിജയമായി ഇന്ത്യ മുഴുവൻ അലയടിച്ചു വരികയാണ്. രാജ്യമെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളാണ്. ഈ ജന്തർ മന്ദിറിൽ, ബീഹാറിൽ അല്പസമയം മുമ്പ് വരെ പ്രതിഷേധമുണ്ടായിരുന്ന അലഹാബാദിലെല്ലാം യുവജനത തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. ദേശീയഗാനം പാടിയും അംബേദ്കറെ കൈകളിലേന്തിയും ജനാധിപത്യത്തിന്റെ വസന്തോത്സവത്തെ അവർ സ്വീകരിക്കുന്നു. ജനാധിപത്യത്തിന്റെ വസന്തോത്സവത്തെയാണ് രാജ്യം സ്വീകരിക്കുന്നത്. നോക്കൂ, ടൈഫോയിഡ് ബാധിച്ച ശരീരവും കയ്യിൽ ട്രിപ്പിട്ടിരിക്കുന്നതിന്റെ അടയാളവും ഒരു കൈയിൽ അംബേദ്കറുമായി അഭിജിത് ദീപ്കെ നിൽക്കുമ്പോൾ അത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മറ്റൊരു വസന്തകാലത്തേക്ക് കാലെടുത്തു വെക്കുകയാണ് എന്ന് KC വേണുഗോപാലും MA ബേബിയും ഒരൊറ്റ സ്വരത്തിൽ പറയുന്നു. ഇത് അവസാനത്തിന്റെ ആരംഭമാണ്. 12 വർഷത്തിൽ അത് ആദ്യമായി മോദി സർക്കാരിന് തോൽക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് കർഷകരുടെ മുന്നിൽ തോറ്റ മോദി സർക്കാർ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നത് ഈ സാധാരണ വിദ്യാർത്ഥികളുടെ മുന്നിലാണ്. അവരെ സ്പോൺസർ ചെയ്യാൻ കോർപ്പറേറ്റുകൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് വീരഗാഥകൾ എഴുതാൻ ദേശീയ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ എടുക്കാൻ PR ഏജൻസികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നാടൊന്നാകെ ജെൻസി തലമുറകളും രക്ഷകർത്താക്കളും ഈ പ്രക്ഷോഭത്തെ ഏറ്റെടുത്തപ്പോൾ, ഇടത്തും ഒപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്നവർ ഈ സമരത്തെയും പ്രതിഷേധത്തെയും ഏറ്റെടുത്തപ്പോൾ ഗാന്ധിയെയും അംബേദ്കറിനെയും സാക്ഷി നിർത്തി ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ മറ്റൊരു സമരഗാഥ വിജയപഥത്തിലേക്ക് എത്തിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശീയഗാനം ആലപിച്ച് ഭരണഘടന കൈകളിലേന്തി അവർ ഈ നിമിഷത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുകയാണ്. ഇത് അവസാനത്തിന്റെ തുടക്കമാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സുനിൽ നമുക്കൊപ്പമുണ്ട്. ഒപ്പം തന്നെ ആദിൽ പാലോട് ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിലുണ്ട്. നോബൽ മാരിക്കാരൻ ഇപ്പോൾ ജന്തർ മന്ദിറിലുണ്ട്. സുനിൽ, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കഴിഞ്ഞു CJP. ദേശീയഗാനം ആലപിച്ച് അംബേദ്കറിന്റെ കൈകളിലേന്തി ഹൃദയത്തിൽ അംബേദ്കറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് അവിടെ നീറ്റ് പരീക്ഷയുടെ അനാസ്ഥയിൽ രക്തസാക്ഷികളായ കുട്ടികളെ ഓർമ്മിച്ച് അവർ ഈ സമരം അവസാനിപ്പിക്കുകയാണോ സുനിൽ? അരുൺ, തീർച്ചയായും ഈ സമരം വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു. മാത്രമല്ല അതിനു മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ആവശ്യങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഈ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. രണ്ടാമത്തെ ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. സന്ദീപ് ലാംബയെ പോലുള്ള DCP പോലുള്ള ഉദ്യോഗസ്ഥർ പെൺകുട്ടികളുടെ മുഖത്തടിച്ചും അവരെ ക്രൂരമായി മർദ്ദിച്ചും മുന്നോട്ട് പോയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മെറ്റയുടെ ഗ്ലാസ് ധരിച്ചെത്തി, സ്പെക്സ് ധരിച്ചെത്തി ആളുകളെ തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം മർദ്ദിച്ചു എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ സന്ദീപ് ലാംബ എന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കുക എന്ന ആവശ്യം കൂടി ഇപ്പോൾ അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് CJP പ്രതിനിധികൾ അല്പസമയത്തിനകം കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. JP നദ്ദ അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഇത്തരം ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ സമരം അവസാനിപ്പിക്കുന്നതായുള്ള പ്രഖ്യാപനം വരാൻ പോകുന്നത്. ഏതായാലും ദേശീയഗാനം ആലപിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ആ വിജയം ഇപ്പോൾ പാർട്ടികൾ ആഘോഷിച്ചിരിക്കുന്നു. അത് വലിയ വിജയം തന്നെയാണ്, വലിയ ഷോക്ക് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ 3 മാസം മാത്രം പ്രായമുള്ള, ഈ 35 ദിവസം മാത്രം ദൈർഘ്യമുള്ള ഈ സമരം നൽകിയിരിക്കുന്നത്. എല്ലാ അടവുകളും പയറ്റി
നോക്കി ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുമെന്നുള്ള പ്രഖ്യാപനം ഇന്നലെ രാത്രി 8 മണിയോടെ നടത്തുന്നു. വലിയ നിയമരൂപീകരണം നടത്തുമെന്ന് പറയുന്നു. 10 വർഷം ചോദ്യപേപ്പർ ചോർത്തിയാൽ കഠിന തടവ് നൽകും, 10 കോടി രൂപ പിഴ നൽകും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും വിദ്യാർത്ഥികൾ അംഗീകരിച്ചില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി തന്നെ വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു. അതൊടുവിൽ കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു, പ്രധാനമന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വന്നു.